ഹായ്, എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പറയുന്ന ഒരു നല്ല വാക്കിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന്? ഒരു ചെറിയ പ്രോത്സാഹനം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലേ? ഈ പ്രോത്സാഹനം എന്ന് പറയുന്ന നല്ല ശീലമുണ്ടല്ലോ, അത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ വീട് തന്നെയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കിടയിൽ ഈ ഒരു ചെറിയ കാര്യം എത്ര വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാ, അല്ലേ? നിങ്ങളുടെ പാർട്ട്ണർ ഒരു പുതിയ ഡ്രസ്സിട്ട് വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവർ വരച്ചൊരു പടം കൊണ്ടുവന്ന് കാണിക്കുമ്പോ, ഒരു ഫ്രണ്ട് പുതിയൊരു വണ്ടി വാങ്ങുമ്പോ, ആ ഒരു നിമിഷം ആ നല്ല വാക്ക് പറയാൻ ഒട്ടും മടിക്കരുത്. ഇതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ മറ്റൊരാളെ അഭിനന്ദിക്കുമ്പോ സന്തോഷം അവർക്ക് മാത്രമല്ല, നമുക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹായ് കൊള്ളാം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഒരു പോസിറ്റീവ് ഫീല് വരും, ഒരു സമാധാനം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ല ശീലം വീട്ടിൽ നിന്ന് പുറത്തേക്ക്, അതായത് നമ്മുടെ പുറം ലോകത്തേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. ദാ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഹോട്ടലിൽ പോയി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ബില്ല് കൊടുക്കും, അവിടുന്ന് പോരും. പക്ഷെ അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ആ ഭക്ഷണം ഉണ്ടാക്കിയ ഷെഫിന്റെ അടുത്തോ, അല്ലെങ്കിൽ നമുക്കത് വിളമ്പിത്തന്ന ആളുടെ അടുത്തൊന്ന് പോയിട്ട് ഭക്ഷണം വളരെ നന്നായിരുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ആ ഒറ്റ നിമിഷം മതി അവരുടെ മുഖത്തൊരു സന്തോഷം വരുന്നത് കാണാൻ, ഒരു പ്രത്യേക തിളക്കം കാണാം. അതാണ് പ്രോത്സാഹനത്തിന്റെ പവർ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിന് ആരെങ്കിലും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെന്തൊരു സന്തോഷമായിരിക്കും, അല്ലേ? ഒരു പ്രത്യേക കോൺഫിഡൻസ് വരും. ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമ്മൾ മറ്റൊരാൾക്ക് ഒരു നല്ല വാക്കിലൂടെ കൊടുക്കുന്നതും. ഇനി കുറച്ചുകൂടി സീരിയസ് ആയൊരു കാര്യത്തിലേക്ക് വരാം. നമുക്കൊരാളോട് ഒരു തെറ്റ് തിരുത്തണം. പക്ഷെ അത് അവരെ വിഷമിപ്പിക്കാതെ സ്നേഹത്തോടെ എങ്ങനെ പറയാൻ പറ്റും? നോക്കാം. ഒരാളെ തിരുത്തേണ്ടി വരുമ്പോൾ ഈ 2 സ്റ്റെപ്സ് നമുക്ക് ഓർക്കാം. ഒന്നാമതായി, അവരിലെ നല്ല കാര്യങ്ങൾ ആദ്യം പറയുക. അവർ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം വളരെ സോഫ്റ്റായിട്ട് സ്നേഹത്തോടെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് പറയുക. അപ്പോൾ അതൊരു കുറ്റപ്പെടുത്തലായിട്ട് അവർക്ക് തോന്നില്ല, മറിച്ച് അതൊരു നല്ല ഉപദേശമായിട്ടേ എടുക്കൂ. ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കുകയും ചെയ്യും. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ പ്രോത്സാഹനം വെറും വാക്കുകളല്ല, അത് ശരിക്കും മറ്റൊരാൾക്ക് മുന്നോട്ടു പോകാനുള്ള ഒരു എനർജിയാണ്, ഒരുതരം ഫ്യൂലാണെന്ന് തന്നെ പറയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും കാണുന്ന സിംബിൾസാണിത്, അല്ലേ? വാട്സാപ്പിൽ നമ്മൾ അയക്കുന്ന ഒരു തംസ് അപ്പ്, ഒരു ഹാർട്ട്, അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിന്റെ ഇമോജി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനൊന്നും ശബ്ദമില്ല. പക്ഷെ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒറ്റ വാക്കുപോലും ടൈപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ സ്നേഹവും സപ്പോർട്ടുമെല്ലാം അറിയിക്കാൻ ഈ ചെറിയ ഇമോജികൾക്ക് പറ്റും. കാരണം ഓർക്കുക, നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ ഇന്ധനമാണ് അവരെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്നത്. അപ്പോ ഇന്ന് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആർക്കാണ് നിങ്ങൾ ഇന്ധനം കൊടുക്കാൻ പോകുന്നത്? നമുക്ക് സ്വയം ചോദിക്കാം. പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ്സാക്കരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കായിരിക്കും ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്.